നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹസൻ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച ബെയ്റൂത്തിൽ വെച്ച് നടന്നു. 10,000-കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി. ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരാൾക്കും തങ്ങൾ വ്യക്തമായ സന്ദേശം നൽകുമെന്ന് ഈ ചടങ്ങുകൾക്ക് തൊട്ടു മുൻപ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഹസൻ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അതിനു മുകളിൽ ഇസ്രയേൽ ഫൈറ്റർ ജെറ്റുകൾ, ഒന്നല്ല ഒരുപാടെണ്ണം. ഹസൻ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങിനിടെ ബെയ്റൂത്തിന് മുകളിലൂടെ പറക്കുന്ന ഇസ്രയേലി വ്യോമസേനാ വിമാനങ്ങൾ വ്യക്തമായ സന്ദേശം നൽകുന്നുവെന്ന് തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കും ഇസ്രയേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ ഇത് കൃത്യമായ സന്ദേശമാണ്. ഇതവരുടെ അവസാനമായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള വധിക്കപ്പെട്ടത്. 3 പതിറ്റാണ്ടിലേറെ ഹിസ്ബുള്ളയെ നയിച്ച കരിസ്മാറ്റിക് നേതാവിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രയേൽ നടത്തിയ വൻ ആക്രമണത്തിലാണ് കൊലപ്പെടുത്തിയത്. നസറുള്ളയുടെ ബെയ്റൂട്ട് ശവസംസ്കാര ചടങ്ങിന് മുകളിൽ ഇസ്രയേൽ പോർജെറ്റുകൾ പാഞ്ഞത് ഇപ്പോഴത്തെ ഹിസ്ബുള്ള മേധാവി അപലപിച്ചു. ഇത് ഇസ്രായേലിന്റെ സ്വേച്ഛാധിപത്യ നടപടിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇത്തരം ധിക്കാരപരമായ പെരുമാറ്റങ്ങൾ ഇസ്രയേലിൽ നിന്ന് ഇപ്പോഴുണ്ടാകാൻ കാരണം അമേരിക്കയാണ്. ഹിസ്ബുള്ളയുടെ പാത താൻ പിന്തുടരുന്നുവെന്ന് നയീം കാസിം വ്യക്തമാക്കി. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയി ഹസൻ നസറുള്ളയെക്കുറിച്ച് ഇന്നലെ പ്രകീർത്തിച്ചു. ഹസൻ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ലെബനന്റെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ ബോംബാക്രമണവും നടത്തി. തുടർച്ചയായ ഇസ്രയേലി ആക്രമണങ്ങൾ ഹിസ്ബുള്ളയേറെ തകർത്ത് കളഞ്ഞ അതേ ദിവസങ്ങളിലാണിപ്പോൾ ഹസൻ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങുകൾ അവർ സംഘടിപ്പിച്ചതും. തീവ്രവാദികളുടെയും രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെയും ഒക്കെ ശക്തി പ്രകടനമായി ഇത് മാറി. തെക്കൻ കിഴക്കൻ ലെബനനുകളിലെ നിരവധി സ്ഥലങ്ങളിൽ ഇന്നലെ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ളയുടെ ആരോപണം. നസറുള്ളയുടെ ശവപ്പെട്ടി അനാച്ഛാദനം ചെയ്തതിനു ശേഷമാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ പെട്ടെന്ന് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. ചടങ്ങിന്റെ സമയങ്ങളിൽ പ്രധാന സ്ഥലത്തിന് മുകളിൽ ഏറെ താഴ്ന്നു പറന്നു ആ യുദ്ധവിമാനങ്ങൾ. നസറുള്ളയെ എങ്ങനെ വധിച്ചു എന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ഇന്നലെ ഇസ്രായേൽ പുറത്തുവിട്ടു. ബെയ്റൂത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ ഇന്നലെ 10,000-കണക്കിന് ആളുകളാണ് വിലാപയാത്രയ്ക്കായി ഒഴുകിയെത്തിയത്. ചുറ്റുമുള്ള തെരുവുകൾ നിറഞ്ഞു. അന്തരിച്ച നേതാവിന്റെ ശവശരീരം തെക്കൻ ബെയ്റൂത്തിലെ ഒരു ആരാധനാലയത്തിലേക്ക് വലിയ ഘോഷയാത്രയായി അനുയായികൾ കൊണ്ടുപോയി. ശവപ്പെട്ടിയുടെ മുകളിൽ വെച്ചിരുന്ന നസറുള്ളയുടെ തലപ്പാവിൽ സ്പർശിച്ച സ്കാർഫുകൾ വിലാപക്കാർ വാഹനത്തിലേക്ക് എറിഞ്ഞു. അവ തിരികെ വിലാപയാത്രയിൽ പങ്കെടുത്തവർക്ക് നേതാക്കൾ എറിഞ്ഞുകൊടുത്തു. അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് നയീം കാസിം ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. നമ്മളെല്ലാവരും കൊല്ലപ്പെട്ടാലും നസറുള്ളയുടെ പാതയിൽ നമ്മൾ ഇനിയും സഞ്ചരിക്കും. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് മരണത്തിന് തൊട്ടു പിന്നാലെ ഒരു സ്വകാര്യ ചടങ്ങിൽ നസറുള്ളയെ രഹസ്യമായി സംസ്കരിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ, മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിച്ചു. എന്നാൽ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ എന്ന് ഇസ്രയേൽ കരുതുന്ന നിരവധി സ്ഥലങ്ങളിലേക്ക് അവർ ആക്രമണം തുടർന്നു. ഒടുവിൽ ആക്രമണങ്ങൾക്കേറെ ശമനമുണ്ടായ അവസരത്തിലാണ് വീണ്ടും ഹസൻ നസറുള്ളയുടെ മൃതദേഹം അവർ സംസ്കരിക്കുന്നത് ഔദ്യോഗികമായി. 1982 ഒരു ഗറില്ല പോരാളികളുടെ വിഭാഗമായി തുടങ്ങിയ ഹിസ്ബുള്ള പിന്നീട് സായുധ സേനയായി രൂപാന്തരപ്പെടുന്നത്. 1992 32 വയസ്സുള്ള ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഹസൻ നസറുള്ള സായുധ സംഘത്തിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ ലെബനനിൽ ഒരു ഗറില്ല പ്രചരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. 2000 ഇസ്രായേൽ സൈന്യത്തെ രാജ്യത്ത് നിന്ന് തുരത്തിയ വീരൻ എന്ന പദവിയാണ് ഹസൻ നസറുള്ളയെ കാത്തിരുന്നത്. 22 വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച ധീരൻ 2006 വീണ്ടും ഇസ്രയേലിനെതിരെ ഒരു സമഗ്ര യുദ്ധത്തിന് അദ്ദേഹം ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചു. സിറിയയിലും ഇറാഖിലും യമനിലുമൊക്കെ യുദ്ധങ്ങൾ രൂക്ഷമായപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടി നസറുള്ളയുടെ പോരാളികൾ ഇടപെട്ട് ടെഹ്റാന്റെ പിന്തുണ വീണ്ടും ശക്തിപ്പെടുത്തി. ഇറാൻ പരമോന്നത നേതാവിന്റെ വലംകൈയായി അങ്ങനെ ഹിസ്ബുള്ള തലവൻ മാറി. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിലേക്ക് നടന്ന ഭീകരാക്രമണം, ഏകദേശം 1200ഓളം ആളുകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു.
ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള എത്തിയതോടെ ഇസ്രയേലിന്റെ ശ്രദ്ധ വീണ്ടും ഹിസ്ബുള്ളയുടെ നേർക്ക്. മേഖലയിലുടനീളം ഷിയ വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായ പിന്തുണ ഉറപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ വളർച്ച. ഇന്നലെ ക്യാമിൽ ചാമൌൺ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം 10,000-കണക്കിന് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. ഹിസ്ബുള്ളക്കെതിരെയുള്ള നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നൊരിക്കൽ കൂടി ഇന്നലെ ലെബനനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇസ്രയേൽ. ഹസൻ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രയേൽ പോർജെറ്റുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതും അതുകൊണ്ട് തന്നെ. മറുവശത്ത് ഹമാസിനോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഇസ്രയേൽ കടക്കുന്നു. ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച 6 ബന്ദികൾക്ക് പകരം കൈമാറേണ്ടിയിരുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല. ശനിയാഴ്ച 600 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരെ ബസ്സുകളിൽ കയറ്റിയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നെതന്യാഹുവിന്റെ ഓഫീസ് ഇതിലൊരു തിരുത്തൽ വരുത്തി. ഇസ്രായേലി ബന്ദികളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തുവെന്ന ആരോപണമാണ് നെതന്യാഹുവിന്റെ ഓഫീസ് ഉയർത്തിയത്. പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ ഇതുമൂലം തങ്ങൾക്ക് കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഹമാസിനെതിരെ ഇസ്രായേൽ എന്തു നടപടി സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വിറ്റ്കോഫ് കൂടി കൂടുതൽ കടുത്ത നിലപാടെടുത്തതോടെ ഇസ്രയേൽ തങ്ങളുടെ നടപടികൾ വീണ്ടും കടുപ്പിച്ചു. അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ഉറപ്പുകിട്ടും വരെ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടർന്നു പറഞ്ഞു. ബന്ദികളെ വേദികെട്ടി ആൾക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് കൈമാറരുത് എന്ന ഇസ്രയേലിന്റെ നിബന്ധന പാലിക്കുമെന്ന ഉറപ്പും ഹമാസ് നൽകണം. എന്നാൽ ഇസ്രയേൽ തടവുകാരെ വിട്ടയക്കാത്തത് വെടിനിർത്തൽ അപകടത്തിലാക്കുമെന്ന് ഹമാസ് പ്രതികരിച്ചു. അത് തങ്ങൾക്ക് പ്രശ്നമില്ല, ഹമാസിനെതിരെ വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് നെതന്യാഹു തിരിച്ചടിച്ചു. ശനിയാഴ്ച 2 തവണയായി 6 ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത്. ഇതോടെ 42 ദിവസ ആദ്യഘട്ട വെടിനിർത്തലിനിടെ ജീവനോടെ വിട്ടയക്കേണ്ടിയിരുന്ന എല്ലാ ബന്ദികളെയും വിട്ടയച്ചു. ഈ ഘട്ടത്തിൽ 4 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് കൈമാറിയത്. ജീവനോടെയുള്ള ബന്ദികളെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുമൊക്കെ ചടങ്ങ് നടത്തി കൈമാറിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് UN പറഞ്ഞിരുന്നു. പലസ്തീൻകാരുടെ ഐക്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ചടങ്ങ് നടത്തുന്നത് എന്ന് ഹമാസിന്റെ നിലപാട്. ഗസയിൽ ഹമാസ് നടത്തിയ ചർച്ചകൾ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ടാങ്കുകൾ അയച്ചു. ശനിയാഴ്ച മോചിപ്പിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന പലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കുന്നതുവരെ കൂടുതൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെടില്ല എന്ന് മുതിർന്ന ഹമാസ് നേതാവ് മഹ്മൂദ് ബർദാവി പറഞ്ഞതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശക്തമായ നടപടികളുമായി ഇസ്രയേൽ മുന്നോട്ട് തന്നെ. അതിന് ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും. ആയത്തുള്ള അലി ഖമനേയിയുടെ ഇന്നലത്തെ വിരട്ടലുകൾക്കും ഇസ്രയേൽ ചെവി കൊടുത്തതേയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.